ആനയെ പറ്റിയിട്ടുള്ള ആദ്യത്തെ പരാമർശം ഋഗ്വേദത്തിലാണ് കാണുന്നത്. 1, 4, 6, 9 എന്ന 4 മണ്ഡലങ്ങളിൽ ആനയെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഇഭം എന്ന വൈദിക സംജ്ഞയാണ് ആനയ്ക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആന എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഭാരതവർഷത്തിൽ ഏത് ശാസ്ത്രമായാലും ഏത് കലയായാലും എന്ത് രൂപത്തിലായിരുന്നാലും തന്നെ ശരി, അതിൻ്റെ മുരട് അന്വേഷിച്ച് ചെന്നാൽ അത് വേദങ്ങളിലെത്തും. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതായ സാഹിത്യം, മനുഷ്യ വംശത്തിൻ്റെ ഒറ്റയ്ക്കും കൂട്ടായിട്ടുള്ള ആദ്യകാല ചിന്തകൾ ഒക്കെ സംഭരിക്കപ്പെട്ടിട്ടുള്ളത് വേദ സാഹിത്യത്തിലാണ്. ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നതായ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തൃപ്രയാർ രാമേന്ദ്രൻ എന്ന ആനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു പ്രത്യേകത, അത് നാട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ള ആനയാണ്. ഉയരം കൊണ്ട് അത് ഒന്നാം കടയിലല്ല, ഗജലക്ഷണങ്ങളൊക്കെ തികഞ്ഞിട്ടുള്ളതായ ഒരു ഒന്നാം തരം ഭംഗിയുള്ളതായ ആനയൊന്നുമല്ല. പക്ഷേ അത് നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. അതിനും പുറമെ ഒരു ആനയ്ക്ക് വേണ്ടതായ ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ എല്ലാവരുടെയും എല്ലായ്പ്പോഴും കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുന്നതായ ഒരു ജന്തുവല്ല. എവിടെയോ ഒരു താൻ പോരിമത്വം, കുറച്ചൊക്കെ ഒരു തൻ്റെ ഇടം കാണിക്കുന്നതായ ഒരു ആന എന്നതുകൂടി അതിൻ്റെ പ്രത്യേകതകളിൽ പെടും. കണ്ടാൽ അത്ര പവറും പത്രാസും ഒന്നും പറയാനില്ല. ഇനി ഇരിക്കസ്ഥാനത്തിൻ്റെ ഉയരമളന്ന് പൊക്കത്തിൻ്റെ ബലത്തിൽ ഒന്ന് മപ്പടിച്ച് നിൽക്കാമെന്ന് വെച്ചാൽ അതും അത്രയ്ക്കൊന്നും പോരാ. എന്നാലോ തീരെ മോശക്കാരനുമല്ല. പക്ഷേ ഇവനൊരു ആനയാണ്. അല്ലെങ്കിൽ ആനയെന്ന് പറഞ്ഞാൽ ഇവനാണ് ആന. കേരളത്തിലെ 1000-ഓളം വരുന്ന നാട്ടാനകളിലെ യഥാർത്ഥ ആൺപിറപ്പ് എന്ന് പറഞ്ഞാൽ അതാവും കൂടുതൽ ശരി. കൊമ്പുള്ളതുകൊണ്ട് മാത്രം കൊമ്പനാവില്ലെന്നും ആണായി പിറന്നതുകൊണ്ട് മാത്രം ആണൊരുത്തനാവില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാന. ആണായി പിറന്നാൽ ആണായി തന്നെ ജീവിക്കണമെന്നും അതിപ്പോൾ ലോകം മുഴുവൻ കാൽച്ചുവട്ടിലാക്കി അഹങ്കരിച്ചു വാഴുന്ന മനുഷ്യൻ്റെ കീഴിലായാലും ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വയ്ക്കാതെയും വിറ്റ് തിന്നാതെയും അവസാന ശ്വാസം വരെ ആണുങ്ങളെപ്പോലെ തന്നെ ജീവിതം ജീവിച്ചു തീർക്കണമെന്നും വാശി പിടിക്കുന്ന ഒരാന. ഇവൻ രാമചന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ കാതലുള്ള ഉരുപ്പടി. ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് പിറന്നവൻ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇടഞ്ഞാൽ കുത്തിക്കൊല്ലും. ഇത് ഒരു പഴകിത്തേഞ്ഞ പ്രയോഗം മാത്രം. പക്ഷേ രാമചന്ദ്രൻ്റെ കാര്യത്തിൽ അതിനൊരു തിരുത്തുണ്ട്. സ്നേഹിച്ചാൽ ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആനക്കാരനെ നക്കി തോർത്തിയെന്ന് വരും. പക്ഷേ ഇടഞ്ഞാലോ മൂക്കത്താണ് ശുണ്ഠി. വെട്ടൊന്ന്, എന്നാൽ തുണ്ടം രണ്ടാക്കണമെന്ന വാശിയൊന്നുമില്ല. മനുഷ്യൻ വരയ്ക്കുന്ന വരകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി അയ്യോ പാവമായി ജീവിക്കുന്നതിനേക്കാളേറെ മനുഷ്യനെന്ന വർഗശത്രുവിനെ വരച്ച വരയിൽ നിർത്തി ഒരു പാഠം പഠിപ്പിക്കുവാനായിരുന്നു എന്നും രാമചന്ദ്രന് താല്പര്യം. അതിന് ആദ്യം തൻ്റെ മനസ്സിൽ നിന്നും ആനത്തം ഉപേക്ഷിച്ച് മനുഷ്യത്വം എന്ന തട്ടിപ്പും വെട്ടിപ്പും അഭ്യസിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വഴിയെന്ന് ആ അശ്വത്ഥാമാവ് പഠിച്ചു കാണണം. അതെ, ഒരാന എന്നതിനേക്കാളേറെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തൃപ്രയാർ രാമചന്ദ്രൻ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ ആ മനുഷ്യത്വം എന്ന തനിക്ക് താൻ പോരിമ ഏറിയ പങ്കും ഗുരുക്കന്മാരായ നമ്മൾ മനുഷ്യരുടെ നെഞ്ചത്ത് തന്നെ ആയതിനാലും ജീവിതം എന്ന കളരിക്ക് പുറത്തുപോയി തോറ്റുമടങ്ങാൻ ഇവൻ തയ്യാറില്ലാത്തതിനാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഇവനെ തെമ്മാടിയെന്നും വില്ലാതി വില്ലനെന്നുമൊക്കെ വിളിക്കുന്നു എന്ന് മാത്രം. എല്ലാവരോടും വളരെ ഇണങ്ങി കൊച്ചു കൊച്ചു ബാലചേഷ്ടകളൊക്കെ കാണിച്ച് കുശലത്ത് കാണിച്ച് ഒരുപാട് ആൾക്കാരിൽ കൗതുകം ഉണർത്തിയ ആനയാണ്. പണ്ടൊക്കെ ശിവേലിക്ക് അതിനെ ഉപയോഗിച്ചു തുടങ്ങിയത് ആനക്കുട്ടിയായിരിക്കുമ്പോൾ ശിവേലിക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ദേവസ്വം ഓഫീസർക്ക് തന്നെ അതിൻ്റെ ചെവിമ പിടിച്ച് ശിവേലിക്ക് ഇരുന്ന് വിളിക്കാൻ കഴിയായിരുന്നു. ശിവേലി സമയമായാൽ ആനയൊന്ന് അഴിച്ചു വിട്ടാൽ കൃത്യസ്ഥലത്ത് വന്ന് അത് നിൽക്കും. തെടുമ്പോയി ചെന്നാൽ മടക്കാൻ പറയണ്ട, അത് സ്വയം മടക്കും. 3 പ്രദക്ഷിണം കഴിഞ്ഞാൽ നിൽക്കേണ്ട സ്ഥാനങ്ങൾ അറിഞ്ഞത് നിൽക്കും. അങ്ങനെ ജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകി വളരെ കൗതുകം ഉണ്ടാക്കിയ ആനയായിരുന്നു. ഒരുപാട് കൊച്ചു കൊച്ചു വികൃതികൾ കാണിച്ചെങ്കിലും
അത്ര മാരകമായ ഉപദ്രവങ്ങളൊന്നും അതിൻ്റെ ഭാഗത്തുനിന്ന് ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരിക്കൽ പറ്റിയ ഒരു കയ്യബദ്ധം ഒഴിവാക്കിയാൽ ഇന്നും കൊച്ചി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മികവുറ്റ ആനകളിൽ ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പ് നടത്തും, ഏറ്റവും നല്ലവണ്ണം പെരുമാറുകയും ചെയ്യുന്ന ഇവനെന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ടുള്ളൊരു ഇടപാടില്ലേ, ഒരല്പം ഗുണ്ടായുസോണ് ഇവൻ്റെ കയ്യിൽ പറയാം എന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ ആക്രമണം ഇല്ലില്ല, ഞാളെ അങ്ങനെ കൊല്ലണമെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അവനെ ഉപദ്രവിക്കാത്ത മാതിരിയുള്ള ഒരു തോന്നൽ എന്തായിരിക്കും അവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവം വരാനുള്ളൊരു കാരണം? അവൻ നാടൻ സൈസ് നാട്ടിൽ പേര് ജനിച്ചു വളർന്ന മനുഷ്യന്മാർ അന്ന് മുതൽ തന്നെ ഇതിനെ ഗുരുവായ സ്വഭാവങ്ങളൊക്കെ പഠിപ്പിച്ചു. വന്നവരും ഒന്നുമില്ലെങ്കിൽ ഒന്നും വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒരു കല്ലിട്ട് കൊടുത്ത് എറിയാൻ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യൻ്റെ കയ്യിൽ. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞാന ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പൊതുവെ ഒരു കൊച്ചാന ഇവിടെ കൊണ്ട് കെട്ടിയാൽ ആദ്യം എന്താ ചെയ്യണം? എല്ലാവരും ചെന്ന് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് മാന്തി, അല്ലെങ്കിൽ ഒന്ന് തൊട്ടു, ഇല്ല അല്ലെങ്കിൽ ഒരു ഓല കാട്ടി വലിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് മൃഗമായാലും അതിനും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ 10 പ്രാവശ്യം കാട്ടി പിടിക്കുമ്പോൾ ദേഷ്യം വരാതിരിക്കണം. ഇപ്പം നമ്മളെല്ലാം 10 പ്രാവശ്യം തോണ്ടുമ്പോൾ ദേഷ്യം വരില്ല. എന്നാൽ മാതിരി തന്നെ അവർക്കും അങ്ങനെ ആയി അത് കൊച്ചിലെ മുതൽ മനസ്സിൽ പതിഞ്ഞു പോയതാകാൻ വേണ്ടി അതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും മനുഷ്യനോട് ഇത്ര ആനയ്ക്ക് അങ്ങനെ പുറമേയുള്ള ആൾക്കാർ ഒരാളുടെ ഇഷ്ടമല്ല. ഇപ്പം ഞങ്ങൾ കൂടെ ഉണ്ട്, 2 പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് എനിക്ക് ഒരു ചെറിയ തൃപ്തി. ഭക്ഷണം കൊടുക്കുന്ന ആൾ അയാൾക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, എന്നാലും ചിലപ്പോൾ അവനെ പാത്രമൊക്കെ എടുത്ത് ചവിട്ടി പൊട്ടിച്ച് കളയും. കളയും നിർബന്ധമായിട്ടും കളയും. തീറ്റ അവന് ആനയ്ക്ക് ഇഷ്ടമല്ല. നമ്മളുണ്ടോ വെള്ളം കൊടുക്കുക തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യണം. അതാണ് മതം പാടുകാലായി കഴിഞ്ഞാൽ ആനയുടെ സ്വഭാവം മാറി. അപ്പോൾ ആന കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളോട് വലിയ വിശ്വാസം. ആ കഴിഞ്ഞാൽ ആനയുടെ ആവശ്യം ആനയുടെ സ്വന്തം കാര്യമാണ്. ആ ഭക്ഷണം കിട്ടണം, തീറ്റ കിട്ടണം. അപ്പം നമ്മൾ പോകാതിരിക്കണം ഭംഗി. നമ്മൾ ചെല്ലുന്നത് ആനയ്ക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി മതംപാട് കഴിഞ്ഞു അഴിക്കേണ്ട സമയമായി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലണ കാണുമ്പോഴേക്കും ആന ഇത്രയും 4-5 മാസം നമ്മളെ കാണാതിരിക്കണ മാതിരിയല്ല, നമ്മളപ്പം കാണാണ്ട് എവിടെ പോയണ മാതിരിയാണ് നമ്മളെ കാണുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. ആ സീനങ്ങോട് മാറി കഴിയുമ്പോൾ ആന മൊത്തത്തിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ അഴിച്ച് 2 ദിവസം മാറ്റി എടുത്തപ്പോഴേ ആനയ്ക്ക് നമ്മളോട് യാതൊരു പരാതിയില്ല. പിന്നെ ആന പഴയ മാതിരി. തൃപ്രയാർ രാമൻ 1.5 വയസ്സ് മാത്രമുള്ള ആനക്കുട്ടിയെ മാതൃസ്നേഹത്തിൻ്റെ ചൂടിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ മുലകുടി പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂർ സ്വദേശി KG ഭാസ്കരനാണ് 11,000 രൂപയ്ക്ക് വാങ്ങി ആനക്കുട്ടിയെ തൃപ്രയാർ ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നത്. ഇത്തിരിയില്ലാത്ത ആനക്കുട്ടി അമ്പലമുറ്റത്ത് മാത്രമല്ല 4 അമ്പലത്തിൻ്റെ അകത്തുവരെ ഓടിക്കളിക്കും. തൃപ്രയാർ പുഴയിലെ ഒരു ചാടിക്കുളിയും കഴിഞ്ഞ് തണുത്തു വിറച്ച് ശ്രീകോവിലിന് മുന്നിൽ വന്ന് തൊഴുതു പിടിച്ച് നിന്നാൽ മേൽശാന്തിയുടെ വക നറുനെയ് പായസം, പിന്നെ ഭക്തന്മാരായ ഭക്തന്മാരുടെ വക അവില്, മലര്, കരിമ്പ്, കൽക്കണ്ടം, അങ്ങനെ പോകും സ്നേഹസമ്മാനങ്ങളും മധുരങ്ങളും. പക്ഷേ തനിക്ക് എന്നേക്കുമായി നഷ്ടമായ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യത്തിനും അമ്മയുടെ വാത്സല്യത്തിനും പകരം വയ്ക്കാൻ ഇതൊന്നും മതിയാവില്ലെന്ന പൊള്ളിപ്പിടച്ചിലിൻ്റെ നേരങ്ങളിലെങ്കിലും രാമചന്ദ്രൻ ചില ചവിട്ടുനാടകങ്ങൾക്കും ഓടിപ്പിടുത്തം കളികൾക്കും തയ്യാറാകും. ദേവസ്വത്തിലെ ആദ്യ നാളുകളിൽ പറളി അച്യുതൻ നായരെന്ന പാപ്പാനായിരുന്നു കൊച്ചുതമ്പുരാൻ്റെ പരിശീലന ചുമതലയെങ്കിലും ഒടുവിൽ ആശാൻ്റെ കയ്യിൽ നിൽക്കാതായപ്പോൾ പഴയ പാപ്പാൻ പത്മനാഭൻ നായരെ തന്നെ ആളയച്ചു വരുത്തി. അസുരഗുരുവെന്നാണ് പത്മനാഭൻ നായരെ പല പാപ്പാന്മാരും വിളിക്കുന്നത്. നല്ല കാര്യങ്ങൾക്കൊപ്പം ആ ഗുരു ശിഷ്യനെ കുറേയേറെ വേണ്ടാധീനങ്ങളും വഷളത്തരങ്ങളും കൂടി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചില പാപ്പാന്മാരെങ്കിലും സാക്ഷ്യപ്പെടുത്തുന്നു. കാര്യം എന്തൊക്കെയായാലും ആനക്കൂട്ടിലെ ചട്ടങ്ങളൊന്നും അറിയാതിരുന്ന രാമചന്ദ്രനെ ഒരാനയാക്കി വളർത്തിയെടുത്തത് പത്മനാഭൻ നായർ ആയിരുന്നെന്ന് അസുരഗുരുവിൻ്റെ വിമർശകരും സമ്മതിക്കും. കഴിഞ്ഞ 13 വർഷമായി രാമചന്ദ്രനൊപ്പം നിൽക്കുന്ന വേണുവിൻ്റെ ഗുരുനാഥനും കൊച്ചച്ഛനുമാണ് ഈ പത്മനാഭൻ നായർ. രാമചന്ദ്രനൊപ്പം ഏറ്റവും അധികം കാലം നിന്നിട്ടുള്ള പാപ്പാനും കല്ലൂർ സ്വദേശിയായ വേണു തന്നെ. പത്മനാഭൻ നായർക്ക് ശേഷം ചേലക്കര കേശവൻ, കൊടകര മാധവൻ, മുത്തലങ്ങോട്ട് ശിവശങ്കരൻ, മുത്തലങ്ങോട്ട് വാസു, പൈങ്കുളം ബാലൻ നായർ, കുണ്ടനാടൻ രാമൻ നായർ, ബാലകൃഷ്ണൻ നായർ, കുമാരൻ, ഗോവിന്ദൻകുട്ടി എന്ന മുളയം അപ്പു തുടങ്ങി പല പല പാപ്പാന്മാർ ഓരോരോ കാലങ്ങളിൽ രാമചന്ദ്രനൊപ്പം രാപകലുകൾ പങ്കുവച്ചു. പക്ഷേ ഇതിൽ പലരുടെയും മധുവിധുകാലം മാസങ്ങൾ മാത്രം നീണ്ടപ്പോൾ അപ്പുവിനെ പോലെ ചിലരൊക്കെ ഏതാനും വർഷങ്ങൾ കഷ്ടിച്ച് അരിഷ്ടിച്ച് പിടിച്ചു നിന്നു. കുറച്ചു കാലമെങ്കിലും തന്നോടൊപ്പം പണിതിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒടിവ് ചതവ് സമ്മാനങ്ങൾ കാഴ്ചവെച്ചേ രാമചന്ദ്രൻ അവരെയൊക്കെ യാത്രയാക്കിയിട്ടുള്ളൂ. രാമചന്ദ്രൻ്റെ കടുങ്കൈകൾ പക്ഷേ ഒരിക്കലും അപ്രതീക്ഷിതങ്ങളായ ചതികളല്ല. പാപ്പാന്മാർ മനസ്സറിഞ്ഞ് ശ്രദ്ധിച്ചാൽ അവൻ്റെ ഭാവമാറ്റവും നിറമാറ്റവും കണ്ടറിയാനും കൊണ്ടറിയും മുമ്പേ അകന്നു മാറുവാനും കഴിയും. രാമചന്ദ്രൻ
പൊതുജനങ്ങൾക്ക് നേരെ ശുണ്ഠിയെടുത്തിട്ടുള്ള സന്ദർഭങ്ങളും വിരളമാണ്. അന്നൊരു പ്രഭാവമൊന്നുമില്ല. ആന പട്ടം നിൽക്കണു, പൂരഞ്ചാനിക്ക് എഴുന്നള്ളിച്ച് നിൽക്കണു. ഉത്സവപ്പറമ്പില്ല ഞാനൊരു സിഗരറ്റ് കത്തിച്ചില്ല, അങ്ങനെ പിടിച്ചേണു. എനിക്ക് എന്തോ ഒരു ഇതുമാതിരി തോന്നി. ആനപ്പം എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിയെങ്കിൽ ആന കുത്തി കഴിഞ്ഞു. കുത്തി എന്നെ കുത്തി, അല്ലാണ്ട് ഒരു സംശയമില്ല. അപ്പം ഈ കുത്തുമെന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ മറ്റാളുടെ കാലിലെ കൂടി ചാടി രക്ഷപ്പെട്ടു. അപ്പം കുട്ടവണവരെ ഇപ്പം രാമദാസം പോലെ ആന കയറി കുത്തിയാന. അതിനെ കുത്തിയപ്പോൾ അത് ഓടി. അപ്പം നമ്മുടെ ഹരിയുടെ ഒരു രാജഗോപാലാണ് അതിനെ കയറി കുത്തി. അപ്പോഴൊക്കെ ഞാൻ ആ സിഗരറ്റ് വെച്ചാൽ അപ്പോൾ നീങ്ങുന്നു. കാരണം മാറിക്കാണ്ട് ഒന്നും കൂട്ടില്ല. നമ്മൾ പിടിക്കാനെന്നാ കൂട്ടാൻ വയ്ക്കും എന്നുവെച്ചാൽ കൊന്നുകളയാനാ. അതിപ്പോഴും ഇല്ല. ഇപ്പോൾ വേണില്ല പാപ്പൻ ആന പണങ്ങട്ടെ, വേണും കയറി പോകുമ്പോൾ പിടിക്കില്ല. അതിൽ ആരെയും ചെയ്യില്ല. വേണു പടുത്തേക്കും പറയാം പറ്റില്ല. ഒരു പൂരപ്പറമ്പിലായാലും കൊമ്പ് അത്ര നല്ല കൊമ്പ് പെശക അത് അവിടെ ഇരുന്നോട്ടെ. നമ്മളിതിനെ വെറുതെ പിടിച്ചു. ഞാനും ഈ പറഞ്ഞില്ലേ ഷട്ടക്കാരൻ ഒഴിച്ച് വേറൊരാള് ആനയുടെ കൊമ്പം പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഷട്ടക്കാരൻ തന്നെ പിടിക്കുമ്പോൾ ചിലപ്പോൾ എന്തിനാ അത് പിടിച്ചേ വിടുന്നു പറയും. ചിലപ്പോൾ അത്രയും വരെ ചെറിവുണ്ട്. നമ്മളെ പിടിക്കുമ്പോൾ തന്നെ തൊടുമ്പോൾ ഒരു കിരികിരിപ്പ് ഷോക്കടിക്കും. അപ്പൊ ഉടനടി വിടുക നല്ലത്. ഷോക്കടിക്കും. ആനയുടെ കൊമ്പുമ്പോൾ നമ്മൾ തൊടുവോ ആനയുടെ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അറിയാം. സാധാരണ സമയത്തൊന്നുമില്ല. ചില സമയങ്ങൾ ആനയ്ക്ക് പറ്റാത്ത സമയം നമ്മള് തോട്ടിയും കൊലമായിട്ട് നടക്കി നിൽക്കണേ ആനയ്ക്ക് പെട്ടെന്ന് വലിയ ആനയെ കാത്ത് ആയുധം കൊണ്ടാണ് ആന കഴിച്ചിട്ടുള്ളത്. ആയുധം താഴ്ത്തു വെക്കാറില്ല. എന്താ തോട്ടിയും കൊല കുളിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്ത് എത്തു വെക്കണേതാണെന്ന് അറിയാം. പെട്ടെന്ന് ഇപ്പൊ ഇവരോട് കഴുകാൻ പറഞ്ഞു. ഞാൻ കഴുകി കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടന്ന് പിടിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ നിൽക്കണ അവര് വളഞ്ഞ് കൂടെയുള്ളവനെ കയറി പിടിക്കാൻ താപ്പ് കിട്ടും. എന്റെ ഒരു അഭിപ്രായം ഇതാണ്. വളരെ ശ്രദ്ധിച്ചാൽ നല്ല വളം നോക്കി കഴിച്ച് നമ്മൾ താമസിക്കും. ആന അത്ര വലിയ അപകടം എവിടെയെങ്കിലും കൊണ്ടുപോയി ഓടിപ്പോയി അല്ലെങ്കിൽ ഒരു പൂരസ്ഥലത്ത് ചാടി ഒരാളെ കുത്തി അങ്ങനെ ചെയ്യില്ല. അല്ല, ഏത് കാര്യം ഒന്ന് ആലോചിച്ച് വേണ്ടമാതിരി കൈകാര്യം ചെയ്യും. അത് നമ്മൾ സൂക്ഷിക്കണം. ആനക്കാരനെ ഇപ്പോൾ ആനയെന്നുള്ള ഓർമ്മ വേണം. ഒരിക്കൽ വലക്കാവ് ഭാഗത്ത് വെച്ച് അപ്പവും സഹായികളും ചേർന്ന് രാമചന്ദ്രനെ കുളിപ്പിക്കുകയായിരുന്നു. ഒന്നാമനായ അപ്പു ആനയുടെ പെരുമുഖം തേച്ചുരച്ച് കഴുകുന്നു. രാമചന്ദ്രൻ്റെ അണിയറ കാര്യങ്ങളിൽ മാത്രം ഇടപെടാറുള്ള സഹായികൾ പിൻഭാഗത്തും. പിന്നിലെ ഇടച്ചട്ടക്കാരൻ ഇടയ്ക്കെന്തോ മുഖം കറുപ്പിച്ച് ഓർഡറിട്ടത് കക്ഷിക്കത്ര പിടിച്ചില്ല. അവനെ ഇനി എഴുന്നേറ്റ് ചെന്ന് വളഞ്ഞു പിടിക്കാനൊക്കെ നേരമെടുക്കും. എന്നാൽ ഇരിക്കട്ടെ, ഒന്നാമന് തന്നെ അപ്പുവിനെ കൊമ്പിന് വീശി കോരിയെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ കുറേ പുഴവെള്ളവും വയറ്റിലാക്കി മുങ്ങിപ്പൊങ്ങുമ്പോൾ കാണുന്നത് തുറിച്ച കണ്ണുമായി തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ആനയെയാണ്. ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമുള്ള സാവകാശമില്ല. ഏത് പരദേവതകൾ തോന്നിച്ച ബുദ്ധിയാണോ എന്തോ വായിൽ കുറച്ച് വെള്ളമെടുത്ത് രാമചന്ദ്രൻ്റെ മുഖത്ത് തുപ്പുവാനാണ് അപ്പുവിന് അപ്പോൾ തോന്നിയത്. എന്തായാലും സംഗതി ഏറ്റു. രാമചന്ദ്രൻ അപ്പോൾ അറപ്പും നാണവും ഒന്നിച്ചു വന്നു കാണണം. രാമചന്ദ്രൻ്റെ ദേഷ്യവും പകയും അത്രയേ ഉള്ളൂ. ഉത്സവപ്പറമ്പിൽ ഒരു ബലൂൺ ടപ്പേ എന്ന് പൊട്ടിപ്പോവാനുള്ള നേരം. പക്ഷെ അതിനുള്ളിൽ ഒപ്പം നടക്കുന്നവർ ചിലപ്പോൾ ഠമാർ പടാർ എന്ന് പറഞ്ഞ മാതിരി ഇഞ്ചപ്പരുവത്തിൽ വഴിയിൽ കിടക്കുമെന്ന് മാത്രം. എന്നാൽ എത്ര വലിയ കലിയാട്ടത്തിൻ്റെ നേരത്തും രാമചന്ദ്രന് ആരെയും കൊല്ലണമെന്നില്ല. 5ഉം 10ഉം കൊലപാതകങ്ങൾ വരെ ചെയ്തിട്ടുള്ള ഗജപോക്രികൾ ഉത്സവപ്പറമ്പിൽ ഗജരാജപ്പട്ടങ്ങളും കഴുത്തിലണിഞ്ഞ് ഗമയിൽ നിൽക്കുമ്പോൾ രാമചന്ദ്രൻ്റെ കണക്കിൽ ഇന്നോളം ഒന്നേ ഒന്ന് മാത്രം. ആനപ്പാപ്പാൻ മറ്റാരോടെങ്കിലും തന്നെപ്പറ്റി കുറ്റം പറയുന്നത് കേട്ടാൽ തീറ്റയും മറ്റ് കലാപരിപാടികളും ഒക്കെ നിർത്തി രാമചന്ദ്രൻ കണ്ണുകൾ തുറിച്ച് ചെവി വട്ടം പിടിക്കും. എന്നിട്ട് ഇതും കഴിഞ്ഞ് ഇത് ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ എഴുന്നള്ളുന്നത്, നമുക്കപ്പോൾ കാണാം എന്ന ഭീഷണി മട്ടിൽ തലയാട്ടും. രാമചന്ദ്രൻ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞാൽ പാപ്പാൻ വേണു പെട്ടെന്ന് സംസാരം മതിയാക്കി വിഷയം മാറ്റിക്കളയും. കേട്ടു നിൽക്കുന്നവർ ഇതിൻ്റെ വാലും തലയും പിടികിട്ടാതെ വാ പൊളിച്ചു നിൽക്കുകയും ചെയ്യും. ഒടുവിൽ രാമചന്ദ്രൻ്റെ കളികൾ കൂടിക്കൂടി സഹിക്കവയ്യാതായപ്പോൾ പാപ്പാന്മാർ അവനിട്ട് അറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എല്ലും തോലുമായി കുറേ കാലം കഴിച്ചുകൂട്ടേണ്ടി വന്ന ചരിത്രവും രാമചന്ദ്രനുണ്ട്. അതിൽ നിന്ന് ഒരു ശാപമോക്ഷം കിട്ടിയത് വേണുവിൻ്റെ വരവോടെയാണ്. തൻ്റെ മാത്രം സ്വന്തമായ വേണുവിനോട് ആരെങ്കിലും കൂടുതൽ അടുപ്പം കാട്ടുന്നതും തോളിൽ കൈയിടുന്നതുമൊന്നും രാമചന്ദ്രന് ഇഷ്ടമല്ല. ചില സിനിമകളിലെ നായികമാരെ പോലെ ശരിക്കും പൊസസീവ്. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ്. അവിട്ടത്തൂർ ശിവപ്രസാദും രാമചന്ദ്രനും തിടമ്പ് മേന്തി തൊട്ട് നിൽക്കുന്നു. രാധാകൃഷ്ണനാണ് ശിവപ്രസാദിൻ്റെ പാപ്പാൻ. 2 ആനകൾക്കുമിടയിൽ പരസ്പരം തോള് ചാരിയിരിക്കുകയാണ് വേണുവേട്ടനും രാധാകൃഷ്ണനും. രാമചന്ദ്രന് അതത്ര പിടിച്ചില്ല.
ഒളികണ്ണിട്ട് നോക്കുമ്പോൾ വേണുവേട്ടൻ നല്ല മയക്കത്തിലാണ്. പക്ഷേ ശിവപ്രസാദ് കണ്ണും തുറന്നല്ലേ നിൽക്കുന്നത്. ഇതിനിടെ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് പോയി ഒരു തീപ്പെട്ടി വാങ്ങി വന്നിരുന്നു. ഇപ്പോൾ ശിവപ്രസാദ് ആനയും നല്ല ഉറക്കത്തിൽ. രാധാകൃഷ്ണന് ബീഡിക്ക് തീ കൊളുത്താനുള്ള സാവകാശം പോലും കിട്ടിയില്ല. അതിനുള്ളിൽ രാമചന്ദ്രൻ്റെ മിന്നലാക്രമണം കഴിഞ്ഞിരുന്നു. ചരിഞ്ഞൊരു കുത്ത്. പക്ഷേ ഭാഗ്യത്തിന് 2 കൊമ്പുകൾക്കിടയിലാണ് രാധാകൃഷ്ണൻ പെട്ടത്. കൊമ്പുകൾക്കിടയിൽ ഉടക്കിയ രാധാകൃഷ്ണനെ പിന്നെ പൂച്ചയുടെ കയ്യിൽ കിട്ടിയ എലിയെപ്പോലെ റോഡിലിട്ട് ഉരയ്ക്കാനായി അടുത്ത ശ്രമം. ബഹളം കേട്ട് വേണു ഞെട്ടി ഉണർന്ന് ചാടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തൽക്കാലം ഇതിൽ ഇടപെടേണ്ട എന്ന മട്ടിൽ രാമചന്ദ്രൻ തൻ്റെ പാപ്പാനെ സമർത്ഥമായി തടയുകയും ചെയ്തു. എഴുന്നേൽക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ആനയെ ഒന്ന് വിലക്കാൻ? കലിയെടുത്ത് നിൽക്കുന്ന നേരത്ത് വിലക്കാൻ ചെന്നാൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന പോലീസ് ആവുകയും ചെയ്യും രാമചന്ദ്രൻ. എന്തായാലും ഒടുവിൽ രാധാകൃഷ്ണൻ അന്ന് ഭാഗ്യത്തിന് കൊമ്പുകൾക്കിടയിൽ നിന്നും കുതറിത്തെറിച്ച് ഉരുണ്ടുമാറി രക്ഷപ്പെട്ടു. ഉത്സവത്തിനിടയ്ക്കൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് രാമചന്ദ്രനെ നിലയ്ക്ക് നിർത്താമെന്ന് വെച്ചാൽ ആന കാട്ടാത്ത വേലത്തരങ്ങൾ ഉണ്ടാവില്ല. അതിന് പകരം അവശതയും ഉറക്കവും നടിച്ചിരുന്നാൽ അവൻ മര്യാദയ്ക്ക് നിൽക്കുകയും ചെയ്യും. പാപ്പാന് ശരിക്കും വല്ല തലവേദനയോ വയ്യായികയോ ആണെന്നുണ്ടെങ്കിൽ അതറിഞ്ഞു തന്നെ ഒരു കുഴപ്പത്തിന് നിൽക്കാതെ അച്ചടക്കമുള്ള കുട്ടിയാകും. നല്ല പോലെ ശ്രദ്ധിച്ചാൽ കടിവെട്ടാക്കാം. പിന്നെ വശവശന് കാലാവധി പിന്നെ ഞാൻ കാലത്ത് പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് അതിനോട് സ്നേഹം വെച്ചാൽ അതൊന്നും നിന്നവരെല്ലാവരും കുത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെ മാത്രമല്ല, അപ്പൊ നമ്മളെ മാത്രം ചെയ്തു ആ സന്തോഷക്കുറവില്ല എന്നവരൊക്കെ അല്ല നമ്മള് സത്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ആരോടും പക്ഷഭേദമില്ല. ഒരു 6 മാസം താമസിച്ച് പോകുന്നവനെ ഒന്നും കൊടുക്കാണ്ട് വിടില്ല. ഉറപ്പാ. ആവശ്യം പാല് വെച്ചൊരു അടിക്കും കൊടുക്കാണ്ട് അങ്ങനെ ഒഴിവാക്കി വെറുതെ വിടാറില്ല. ചെറിയമായി തേമ്പാന്ന് പറയില്ലേ, ഒരു ഗുണ്ടായുസം ചില നേരത്തെ ആശാന്റെ കയ്യിൽ ഉണ്ടോന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്. ഗുണ്ടായുസുണ്ട്. പക്ഷെ ഇതാണ് ഒരു കാര്യം, നമ്മളെ നല്ല സ്നേഹം. ഒരു ബഹളം നടക്കണ ഞാൻ നമ്മളെ സൂക്ഷിക്കും. അവിടെ ഇനി എത്ര വലിയ ചട്ടമ്പേളി നേരിട്ടാലും തകിട് പിടികളാണ്. അതിനൊക്കെ ആണെങ്കിൽ സ്നേഹമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് അല്ലേ, ദേഷ്യം വന്നാൽ നമ്മളുമില്ല. പക്ഷേ എത്രയൊക്കെ പരസ്പരം അറിഞ്ഞും അവൻ്റെ തരത്തിനും തഞ്ചത്തിനും നിന്നാലും അപൂർവം ചില നേരങ്ങളിൽ അവൻ വേണുവിൻ്റെ നേർക്കും കൊമ്പ് വീശിയെന്നു വരും. 2 വർഷം മുമ്പ് എറണാകുളം ശിവക്ഷേത്രത്തിലുണ്ടായ സംഭവം അത്തരത്തിലൊന്നായിരുന്നു. ഉത്സവനാളുകൾക്കിടയിൽ ഒരു രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയതായിരുന്നു വേണു. ആനയുടെ മല്ല് സഹിക്കാതെ വന്നപ്പോൾ രണ്ടാമൻ രാമചന്ദ്രനിട്ട് അറിഞ്ഞു തന്നെ 3-4 പൂശു കൊടുത്തിരുന്നു. ഇതും കഴിഞ്ഞ് അടുത്ത ദിവസത്തെ എഴുന്നള്ളത്തിന് ഒന്നും അറിയാത്ത ഭാവത്തിൽ രണ്ടാമൻ വന്ന ആനപ്പുറത്ത് കയറി നെറ്റിപ്പട്ടം കെട്ടാനുള്ള ശ്രമത്തിലാണ്. നെറ്റിപ്പട്ടം എടുത്തു കൊടുത്തുകൊണ്ട് വേണുവും മുന്നിലുണ്ട്. കാത്തിരുന്ന മുഹൂർത്തം കയ്യിൽ വന്നപ്പോൾ പിന്നെ ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല. മുകളിലിരുന്നവനെ കുടഞ്ഞിടുവാനും തട്ടി വീഴ്ത്തി പകരം വീട്ടുവാനുമായി അവൻ്റെ പരാക്രമം. വേണു വിലക്കാൻ വായ്ത്താരി മുഴക്കേണ്ട താമസം. കോരി ഒരു ഏറായിരുന്നു. ചെന്ന് വീണത് മീറ്ററുകൾക്കപ്പുറമുള്ള സ്റ്റേജിലേക്ക്. ആയുസ്സിൻ്റെ ബലം കൊണ്ട്, അല്ലെങ്കിൽ വേണുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൃപ്രയാറപ്പൻ്റെ കാരുണ്യം കൊണ്ട്, ഭാഗ്യത്തിന് തലകുത്തിയല്ല വീണത്. തല കോൺക്രീറ്റ് തൂണിൽ ഇടിച്ചതുമില്ല. പിന്നെ രാമചന്ദ്രനെയും കൊണ്ട് എഴുന്നള്ളത്ത് പൂർത്തിയാക്കുകയും ചെയ്തു. അഗ്നിപഥങ്ങൾ വെറും കാലിൽ ചവിട്ടിയാണ് ഇവിടെ ഓരോ ആനക്കാരനും ആനയും ജീവിതം ജീവിച്ചു തീർക്കുന്നത്. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന നമ്മൾ സത്യത്തിൻ്റെ ഭീകരമുഖങ്ങളുടെ 1000-ലൊരു അംശം പോലും അറിയുന്നില്ല, കാണുന്നില്ല. നല്ലവരിൽ നല്ലവരായ ആനക്കാരെ, നിങ്ങളുടെ വലിയ മനസ്സുകൾക്ക് മുന്നിൽ 1000 കൂപ്പുകൈ.